الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾക്ക് നമുക്ക് തൗഫീഖ് നൽകുന്നത് അവനാണ്. അതിന് ദുനിയാവിൽ അല്ലാഹു നമുക്ക് ഒരുപാട് കാരണങ്ങളും അസ്ബാബുകളും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. നന്മകൾ അതിന്റെ പിന്നാലെ ഒരുപാട് നന്മകളെ കൊണ്ടുവരും. തെറ്റുകൾ, തിന്മകൾ അതിന്റെ പിന്നിൽ ഒരുപാട് തെറ്റുകളെ വലിച്ചു കൊണ്ടുവരുന്നത് പോലെ തന്നെ. അതുകൊണ്ടൊരു നന്മക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആദ്യം നമ്മുടെ ഹൃദയത്തെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും ഒക്കെ ശുദ്ധിയാക്കുക എന്നുള്ളത്. ഒരുപാട് ഇബാദത്തുകളിൽ അതങ്ങനെ തന്നെ നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണും. നമുക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നീക്കണം. റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു മാസക്കാലം ഒരുപാട് നന്മകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷെ നമ്മളൊന്ന് കഴിഞ്ഞ നമ്മുടെ റമദാനിനെ ഒന്ന് വിലയിരുത്തി നോക്കണം, ഒന്ന് തിരിഞ്ഞു നോക്കണം. എത്രയോ നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ചിടത്തേക്ക് എത്തിക്കാൻ കഴിയാത്തതുണ്ടാവും. അടുത്ത ഒരു റമദാനിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനിയെങ്കിലും കഴിഞ്ഞതുപോലെ ആവില്ല, കുറച്ചുകൂടി മുന്നോട്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ ആയുസ് ചുരുങ്ങിയാണ് വരുന്നത്. അവസാനത്തിലെത്തുമ്പോൾ കൂടുതൽ കൊണ്ടുപോകേണ്ടവരാണ് നമ്മൾ. ഇനി നമുക്ക് അടുത്ത ഒരു റമദാൻ ഉണ്ടാകുമോ? ഈ റമദാൻ തന്നെ എത്തുമോ? നമുക്കറിയില്ല. അടുത്തൊരു റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ? നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ. കഴിഞ്ഞുപോയ തെറ്റുകളെ ഓർത്ത് അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് അവനോട് പാപമോചനം ചോദിക്കുക എന്നുള്ളത് ഒരുപാട് ഖൈറുകളെ കൊണ്ടുവരുന്ന കാര്യമാണ്. ഒരുപാട് ഷർറുകളെ നമുക്ക് തടുക്കുന്ന കാര്യമാണ്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് ഇബാദത്തുകളുടെ മുന്നോടിയാണ്, മുന്നൊരുക്കം ചെയ്യേണ്ട കാര്യമാണ്. ഇബാദത്തുകളിൽ കൂടെ പോകേണ്ട കാര്യമാണ്. ഇബാദത്തുകളുടെ അവസാനം വേണ്ട കാര്യമാണ്. അത് തീർന്നാൽ അതിനുശേഷം വേണ്ട കാര്യമാണ്. അള്ളാഹുവിനോട് ചോദിക്കന്നെ വേണം. നമ്മൾ ഒരുപാട് ഷർറുകൾ ഭയപ്പെടുന്നു, ശിക്ഷകൾ ഭയപ്പെടുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല, ഒന്നിച്ച് നശിപ്പിക്കും. അതിൽ നിന്നുള്ള രക്ഷയും കൂടിയാണ് ഇസ്തിഗ്ഫാർ. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. അതൊരു പ്രൊട്ടക്ഷനാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നന്മകൾക്ക് തൗഫീഖ് ലഭിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ തെറ്റുകൾ, നമ്മൾ അറിയുന്നതും നമ്മൾ അറിയാത്തതും, നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നത്, അതൊരുപാടുണ്ടാകും. നമ്മൾ അറിയുന്നത് അത് തന്നെ നമ്മൾ അവഗണിച്ചു പോകുന്നത് ഒരുപാടുണ്ട്. തെറ്റുകൾ, ചെയ്ത തെറ്റുകൾ തന്നെ നമ്മൾ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് ഇസ്തിഗ്ഫാർ തൗബയും ഉണ്ടാകുക. നമ്മൾ തന്നെ നമ്മൾ ചെയ്തത് സ്വയം കണ്ണടച്ചിരുട്ടാക്കി ചെയ്തിട്ടൊന്നുമില്ല എന്ന് കരുതി നടക്കുന്നത് ഒരുപാടുണ്ടാവും.
അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ അൽഫാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ധാരാളം സന്ദർഭങ്ങളിൽ ഈ എല്ലാ ഭാഗവും ടച്ച് ചെയ്തു പോകുന്നത് കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅലാനിയതഹു വസിറഹു. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു, എന്റെ എല്ലാ തെറ്റുകളും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. ഇന്നത് എന്ന് പറഞ്ഞാൽ തീരൂല. നമുക്ക് തന്നെ നമ്മൾ ചെയ്തതൊന്നും ആലോചിച്ചു നോക്കിയാൽ കിട്ടണില്ല, അത്ര അധികമുണ്ട്. അതിലേറ്റവും സൂക്ഷ്മമായതും വലുതും നിസ്സാരമായി കരുതുന്നവയും അല്ല, അതിനേക്കാളൊക്കെ വലുതും രഹസ്യമായതും പരസ്യമായതും. നമ്മൾ രഹസ്യമാക്കിയത് എത്ര, പരസ്യമായി വന്നു പോകുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും വന്നു പോയത് എത്ര, എണ്ണിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖതീഅതി വജഹ്ലി വഇസ്റാഫി ഫി അംരി. മറ്റൊരു ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹു എന്റെ ഖതീഅത്തുകൾ, എന്റെ അബദ്ധങ്ങൾ, എന്റെ തെറ്റുകൾ, എന്റെ അവിവേകങ്ങൾ, അറിഞ്ഞും അറിയാതെയും എന്നിൽ നിന്ന് സംഭവിച്ചു പോയ എന്റെ അവിവേകങ്ങൾ, വഇസ്റാഫി ഫി അംരി, എന്റെ കാര്യങ്ങളിൽ ഞാൻ അതിര് കടന്നു പോയിട്ടുള്ളത് എത്ര, കയ്യും കണക്കുമില്ലാതെ ഞാൻ ആവർത്തിച്ചത്, അതിര് കടന്നു പോയത്. വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നെക്കാൾ നന്നായി എന്റെ കാര്യത്തിൽ നീ അറിയാവുന്നവ. അള്ളാഹുവിന്റെ ഇൽമിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതേ മനുഷ്യനെ കൊണ്ട് കഴിയുള്ളൂ. നമ്മൾ എണ്ണിയാലും കണക്കാക്കിയാലും നമ്മൾ ആലോചിച്ചാലും കിട്ടാത്ത അത്ര നമ്മളിൽ നിന്ന് വന്നുപോയി. വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നെക്കാൾ നന്നായി എന്റെ തെറ്റുകളെ സംബന്ധിച്ച് നീ അറിയാവുന്നവ. എല്ലാം പുറത്തു തരണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹസ്ലി വജിദ്ദി, അല്ലാഹുവേ എന്റെ തമാശയും കാര്യവും, തമാശയായി ചെയ്തതത്രേ, കാര്യഗൗരവത്തിൽ ചെയ്തതത്രേ. വഖത്തായ വഅംദി, അബദ്ധത്തിൽ വന്നുപോയതും ബോധപൂർവം വന്നുപോയതും എത്ര. വകുല്ലു ദാലിക ഇൻദി, വളരെ നിസ്സാരനായി റബ്ബിന്റെ മുന്നിൽ വിനയാന്വിതനായി നിൽക്കുന്ന വാക്കാണത്. വകുല്ലു ദാലിക ഇൻദി, മേൽ പറഞ്ഞതൊക്കെ റബ്ബ് എന്റെ അടുക്കലുണ്ട്. അല്ലാഹുവോടാണ് ചോദിക്കേണ്ടത്. ആ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് നന്മകൾക്ക് തടസ്സം നിൽക്കുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് നമ്മളെ വിധേയമാക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സുരക്ഷിതനായി ശുദ്ധീകരിച്ചു വേണം അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ എത്താൻ, ഇബാദത്തുകളിലേക്ക് നമ്മൾ മുന്നിടാൻ. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് വന്നു നോക്കിയാൽ മതി. ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുവോളം അള്ളാഹു അവരെ ശിക്ഷിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ നമ്മുടെ സഹീഫത്ത്, നമ്മുടെ ഏടുകൾ നമ്മുടെ കൈകളിലേക്ക് നൽകുന്ന സമയത്ത്, അന്ന് നമ്മുടെ എട്ടിൽ ഏറ്റവും കൂടുതൽ കാണേണ്ട കാര്യം ഇസ്തിഗ്ഫാർ തന്നെയാണ്. അത് കണ്ടെത്താൻ കഴിയുന്ന ഒരുത്തന് സ്വർഗമുണ്ട്. സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള തൂബ ലിമൻ വജദ ഫി സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരുടെ സഹീഫത്തിലാണോ ഏട്ടിലാണോ ധാരാളം ഇസ്തിഗ്ഫാർ കണ്ടെത്താൻ കഴിയുന്നത്, അവന് തൂബ ലഭിക്കും. സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള വിശാലമായ ആ വൃക്ഷത്തിന്റെ തണല് അവർക്കുള്ളതാണ്. അമ്പിയാക്കൾ ആവർത്തിച്ച് സമൂഹത്തോട് ആവശ്യപ്പെട്ടതാണ്, ഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറഞ്ഞു, ഹൂദ് നബി പറഞ്ഞു, സാലിഹ് നബി പറഞ്ഞു. നബിമാരൊക്കെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും
ആവർത്തിച്ചു പറഞ്ഞ കാര്യം. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മളെ അള്ളാഹു ശുദ്ധീകരിക്കട്ടെ. റമദാൻ വന്നെത്തുമ്പോ അള്ളാഹു നമുക്കതിൽ ആയുസ് നൽകിയാൽ അതിന് മുന്നോടിയായി തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് ശുദ്ധീകരിച്ചവരായിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ, പിന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചാൽ ഒരു ഗനീമത്തായി, അത് വലിയൊരു ഗനീമത്തായി അതുമായിട്ട് നമുക്ക് മടങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്കൊന്നും എത്താൻ കഴിയില്ല. ഒരുപാട് നന്മകൾ നമുക്ക് തടസ്സപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. فأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة وأن يجعلنا من الهداة المهتدين غير ضالين ولا مضلين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك.